നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് മംഗലാപുരം ടെക്നോസിറ്റി ക്യാമ്പസിലാണ്. പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെയിൽ, അതുകൊണ്ടാണ് ഈ ഷെയ്ഡ്സൊക്കെ വെച്ചേക്കുന്നത്, അല്ലാതെ ജാടയായിട്ട് വെച്ചിരിക്കുന്നതല്ല. എൻ്റെ ഇതുവരെയുള്ള വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ, അതായത് എൻ്റെ മൊബൈൽ Vivo V11 Proയിലാണ് ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് ഞാനൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്, അതാണ് നിങ്ങളിവിടെ കാണുന്ന Fujifilm XT 200. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഒരിക്കലും ഒരു ക്യാമറ റിവ്യൂ ചെയ്യാൻ, ക്യാമറയെക്കുറിച്ച് ഫോട്ടോ എടുക്കാനോ അതിനെക്കുറിച്ച് ആധികാരികമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളല്ല. ഈ ഒരു DSLR ക്യാമറ എടുത്ത് അതിലൂടെയാണ് ഞാൻ DSLR ഫോട്ടോഗ്രാഫി എന്തെന്ന് പോലും അറിയുന്നതും അതിലൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പഠിക്കുന്നതും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും വ്ളോഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. നേരെ ക്യാമറയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ക്യാമറയുടെ ബോക്സ് വരുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചതാണ്, അതുകൊണ്ടൊരു അൺബോക്സിങ്ങോ ഒരു ടെക്നിക്കൽ റിവ്യൂ ഒന്നുമല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ആ ക്യാമറ കൊണ്ട് എന്ത് അഡ്വാൻറ്റേജാണ് ഉണ്ടായതെന്ന് നിങ്ങളോട് ഞാൻ പറയുക ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ. ഇതാണ് ക്യാമറയുടെ ബാഗ് വരുന്നത്. ഇത് നമ്മൾ ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാമറയുടെ കോംപ്ലിമെൻ്ററി കിട്ടുന്നൊരു ബാഗാണ്. ഇതിനകത്താണ് ഇപ്പോൾ ഞാൻ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യാമറ നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്, Fujifilm XT 200. നമുക്ക് ക്യാമറയുടെ കൂടെ കിട്ടിയിരിക്കുന്ന കിറ്റ് ലെൻസ് 15 to 45 mm ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ലെൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്, ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ്. കൂടാതെ ഇതൊരു മിറർലെസ് ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് തീരെ കുറവാണ്. നമ്മുടെ ഒരു കൈപ്പിടിക്കകത്ത് ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു സൈസേ ഈ ക്യാമറയ്ക്ക് വരുന്നുള്ളൂ. ഇനി നമുക്ക് ക്യാമറയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ഇനി നമുക്ക് നേരെ ക്യാമറയുടെ ബട്ടണുകളും കാര്യങ്ങളും പരിചയപ്പെടാം. നമുക്കറിയാം, ഇതാ ഈ കാണുന്നതാണ് ഓൺ ബട്ടൺ വരുന്നത്. ഇതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള, ക്യാപ്ചർ ചെയ്യാനുള്ള ബട്ടൺ. ഇതിൻ്റെ താഴെയുള്ള ബട്ടൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഒരു മോഡ് ഡയൽ വരുന്നുണ്ട്. ഈ ഡയലിലൂടെ നമുക്ക് ആവശ്യമുള്ള മോഡുകളിലേക്ക് ക്യാമറ ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. കൂടാതെ ഇവിടെ ഒരു ഫ്ലാഷ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെയും ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ പുറകുവശത്ത് ഈ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡെഡിക്കേറ്റീവ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബട്ടൺസാണ്. കൂടാതെ ഇത് പ്ലേ ബാക്ക് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ഷൂട്ടിനും ഇറേസിനും വേണ്ടുന്ന ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇതിലൂടെ നമുക്ക് ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാനും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ ഒരു മൈക്രോ HDMI പോർട്ട് വരുന്നുണ്ട്. മറു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു 3.5 mm ഓഡിയോ ജാക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ 3.5 mm എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് കാണാം. തൊട്ട് താഴെ തന്നെ ഒരു മെനു ബട്ടൺ കാണാം. അത് കഴിഞ്ഞൊരു ഡിസ്പ്ലേ ബാക്ക് ബട്ടൺ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ താഴ്വശം നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ബാറ്ററി പ്ലേസ് ചെയ്യാനുള്ള ട്രേയും മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും കാണുന്നത്. കൂടാതെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു സ്പീക്കറും കാണാവുന്നതാണ്. പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാമറയുടെ എല്ലാ ഡയലുകളും തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് Fujifilm പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റോട്ടറി ടൈപ്പ് ഡയലുകളാണ് അവർ ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സ്ക്രീനിലേക്ക് വരാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന, ഫ്ലിപ്പ് ചെയ്യാൻ കഴിയുന്ന ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ് Fujifilm XT 200 എന്ന് പറയുന്ന ഈ മോഡൽ ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇത് 3.5 ഇഞ്ച് സൈസും 16:9
റേഷ്യോയിലുള്ള ഒരു സ്ക്രീനാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ മോഡ് ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്കറിയാം 4K വീഡിയോ, പനോരമ, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള മോഡ് Fujifilm ഈ ക്യാമറയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബട്ടണിലൂടെ നമുക്ക് വ്യത്യസ്തമായ കളർ കോമ്പിനേഷനിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ക്യാമറയ്ക്കകത്തുള്ളത്. നിങ്ങളും എന്നെപ്പോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യുകയും ഒരു മിറർലെസ് ക്യാമറ അല്ലെങ്കിൽ ഒരു DSLR ക്യാമറ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനും ഒരു ക്യാമറ വാങ്ങണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ ഒത്തിരി ക്യാമറ റിവ്യൂസും കാര്യങ്ങളും കാണുകയുണ്ടായി. നമുക്ക് പ്രധാനമായിട്ടും ഒരു വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്നാൽ ഫോട്ടോയും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു DSLR ക്യാമറ ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു ക്യാമറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ APS-C സെൻസറാണ് വരുന്നത്. കൂടാതെ ഇതിന് 4K റെക്കോർഡിംഗ് ഉണ്ട്. 4K റെക്കോർഡിങ് 30 ഫ്രെയിംസിൽ നമുക്ക് 15 മിനിറ്റ് വരെ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ ഇത് നമുക്ക് ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് കണ്ട് സംസാരിച്ച് വ്ളോഗ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാനും സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോക്കസിങ് പോയിൻറ്റുകളാണ്. ഇതിനകത്ത് 425 ഫോക്കസിങ് പോയിൻറ്റുകൾ വരുന്നുണ്ട്. കൂടാതെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ഫേസ് ഡിറ്റക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഐ ഡിറ്റക്റ്റ് ചെയ്താണ് ഇത് ഫോക്കസ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ഫീൽഡിനകത്ത് തന്നെ ഫോക്കസിൽ തന്നെ ഉണ്ടാവും. ഇതിൽ വരുന്ന സാമ്പിൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തടുത്ത് വരുന്ന എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സമയം അതിക്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 വീഡിയോസും ഫോട്ടോസും ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 15 to 45 mm ഫോക്കൽ ലെങ്ത് വരുന്ന ലെൻസ് ആവുകൊണ്ട് തന്നെ നമുക്ക് 50 mm ഇട്ട് കഴിഞ്ഞാൽ നല്ല വൈഡ് ഫ്രെയിംസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ വരുന്നത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന അതേ വിഷ്വൽസ് തന്നെ നമുക്ക് ഈ വ്യൂ ഫൈൻഡറിൽ കൂടെ കാണാനും കഴിയും. അത് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനും സാധിക്കും. അതൊരു മിറർലെസ് ക്യാമറയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് അത്. പിന്നെ ഈ ക്യാമറ ഞാൻ എടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൈസിങ് ആണ്. ഏകദേശം മാർക്കറ്റിൽ 67,000 രൂപ MRP വരുന്ന ഈ ക്യാമറ എനിക്ക് സ്പെഷ്യൽ ഓഫറുകളോടെ 50,000 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ കൂടെ എനിക്ക് നല്ലൊരു EMI ഓപ്ഷനും തന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ക്യാമറ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ക്യാമറ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നല്ലൊരു EMI ഓപ്ഷനും അവർ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു കുറഞ്ഞ മാസത്തവണകളായി നിങ്ങൾക്ക് ഈ ക്യാമറ വാങ്ങാവുന്നതാണ്. മൊബൈലിൽ നിന്നും ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി എടുക്കാൻ പറ്റുന്നൊരു DSLR ക്യാമറയാണ് Fujifilm XT200. അത് ഞാൻ ഇത്രയും ദിവസത്തെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വിഷ്വലെല്ലാം തന്നെ ഞാൻ ഈ Fujifilm ക്യാമറയ്ക്കകത്ത് ഒരു മൈക്കിൻ്റെയോ സഹായം കൂടാതെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പിക്ചർ ക്വാളിറ്റിയും വോയിസ് ക്വാളിറ്റിയും നൽകുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസേഷനോടുള്ള ഫൂട്ടേജുകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് Fujifilm XT200-ൽ തന്നെയാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ ഞാനൊരു എക്സ്റ്റേണൽ മൈക്രോഫോൺ കൂടി ചേർത്തിട്ടുണ്ട്. അത് ബോയയുടെ BY-M1 മൈക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ക്ലാരിറ്റി മനസ്സിലാവുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റുകളിലൂടെ അടുത്ത് വരുന്ന എൻ്റെ വീഡിയോയിൽ വ്യത്യാസങ്ങളും ചേഞ്ചസും ഞാൻ വരുത്തുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.